ശബരിമല വാർത്തകളിലേക്കാണ് പോകുന്നത്. അതെ, സന്നിധാനത്ത് നിന്ന് തന്നെ നമ്മുടെ പുത്തൻപിള്ളരി ആരംഭിക്കുന്നു. അവിടെ നമ്മുടെ ഗോകുൽ രമേശ് തയ്യാറാണ് എന്നുള്ളതാണ് അല്ലേ. ഏതായാലും മീനമാസ പൂജകൾക്ക് നട തുറന്ന് ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പടിപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചു. ഉത്സവ ദിവസങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകളും ശബരിമലയിൽ ആരംഭിച്ചു. ഗോകുൽ രമേശ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. മീനമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുകയാണ്. വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് അല്ലേ? രോഹിണി, രാഖി, നമസ്കാരം. സ്വാമി ശരണം. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല തിരക്ക് തന്നെയാണ് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നത്. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് മീനമാസ പൂജകൾക്കായിട്ട് ശബരിമല ക്ഷേത്ര നട തുറന്നത്. ആ സമയം മുതൽ തന്നെ ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മീനം 1 പ്രത്യേക പൂജകൾക്കൊക്കെ ഇന്നലെയാണ് തുടക്കമായത്. കളഭാഭിഷേകം, പടിപൂജ പോലെയുള്ള ചടങ്ങുകളൊക്കെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുവാനായിട്ട് വലിയ ഭക്തജന സഞ്ചയം സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മീനം 2 രാവിലത്തെ തിരക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത്. കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം ഈ മീനമാസ പൂജകളും അതോടൊപ്പം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പടിപൂജ അടക്കമുള്ള ചടങ്ങുകൾ കണ്ടു തൊഴുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്, സുഹൃതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴാനായിട്ട് ഈ സീസണിലെ തിരക്കൊക്കെ പ്രമാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ വകവയ്ക്കാൻ അത്തരത്തിലുള്ള തിരക്കുകളിൽ പെടാതെ ഈ മാസപൂജ ചടങ്ങുകളിൽ കൃത്യമായിട്ട് ഇപ്പോൾ വലിയ തിരക്ക് എല്ലാ മാസവും അനുഭവപ്പെടാറുണ്ട്. അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് വലിയ തിരക്കിലേക്ക് സന്നിധാനം മാറുന്നു. ആ തിരക്ക് പോലെ തന്നെ ഇപ്പോൾ മാസപൂജ സമയങ്ങളിലും തിരക്കിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മാസം തന്നെയാണ്, മീനമാസത്തിൽ തന്നെയാണ് ശബരിമലയിലെ ഉത്സവം കൂടി കടന്നു വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. ആ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ശബരിമലയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മീനമാസ പൂജകൾ ഇന്നലെ ആരംഭിച്ച് 19-ാം തീയതി വരെയാണ് മീനമാസ പൂജകൾ നടക്കുന്നുണ്ടാവുക. അന്ന് വൈകിട്ട് ശബരിമല ക്ഷേത്ര നട അടയ്ക്കും. അതിനുശേഷം 2 ദിവസം 22-ാം തീയതി വീണ്ടും നട തുറക്കുകയാണ് തിരുവുത്സവത്തിന് വേണ്ടി. ഭഗവാന്റെ തിരുവുത്സവത്തിന് വേണ്ടി 22-ാം തീയതി നട തുറക്കുകയാണ്. 22-ാം തീയതി വൈകിട്ട് കൊടിയേറ്റുണ്ടാകും. അതിനുശേഷം 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ ഉത്സവ ചടങ്ങുകളാണ് ശബരിമലയിൽ നടക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളോട് കുറച്ച് തീർത്ഥാടകരുടെ അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ, സ്വാമി ശരണം. ശരണം അയ്യപ്പ. ഞങ്ങൾ കുട്ടിക്ക് ചോറ് എടുക്കാൻ തന്നെ. എവിടുന്നാ? ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. എല്ലാ മാസം വരാറോ? മാസപൂജയ്ക്കാണോ സാധാരണ? വരാറുണ്ട്. കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ പേര്? കുഞ്ഞിൻ്റെ പേര് അവിക്. ചോറൂണ്? ചോറ് എടുക്കുന്നത്. ശരി ശരി ശരി. അമ്മ നമസ്കാരം. ഇങ്ങോട്ട്. സ്വാമി ശരണം. സ്വാമി ശരണം. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പുത്തമ്പള്ളി. തൊഴുതോ? ദർശനം കിട്ടിയോ? ഇല്ല, ഞങ്ങൾ ഉണ്ണിക്ക് ഊണ് കൊടുക്കാൻ. ഭഗവാനെ കണ്ടോ? തൊഴുതോ? തൊഴുതു. തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തിരക്ക്, നല്ല പമ്പയിൽ നിന്ന് തിരക്കുണ്ടായിരുന്നു. അതെ, എന്തായാലും രോഹിണി നല്ല തിരക്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഭാഗ്യം, സന്തോഷം ദൈവത്തോടും സ്വാമിയോടും. അതെ, എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് ഭക്തരൊക്കെ പറയുന്നത്. പമ്പ മുതൽ തന്നെ തിരക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം സന്നിധാനത്ത് ഈ നടപ്പന്തൽ, വലിയ നടപ്പന്തൽ മുതൽ ഇങ്ങോട്ടേക്ക് ക്യൂ ഉണ്ട്. നല്ല ക്യൂ എന്തായാലും രാവിലെ തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചോറൂടക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോറൂടക്കമുള്ള ചടങ്ങുകൾക്ക് അല്പസമയത്തിലൊക്കെ തന്നെ ആരംഭമാകും. എന്തായാലും ഇപ്പോൾ ശ്രീകോവിലിൽ നെയ്യഭിഷേക ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷം കളഭാഭിഷേക, കലശാഭിഷേക ചടങ്ങുകൾ ഇന്നുണ്ടാകും. തുടർന്ന് വൈകിട്ട് ദീപാരാധന. അതിനുശേഷം 7 മണിയോട് കൂടിയിട്ടാണ് പടിപൂജ ചടങ്ങുകൾ ഉണ്ടാവുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന ദിവസങ്ങളിൽ സാധാരണ പടിപൂജ ഉണ്ടാകാറില്ലാത്തതാണ്. ഈ മാസപൂജ ദിവസങ്ങളിലാണ് പടിപൂജ ചടങ്ങുകളുള്ളത്. അതുകൊണ്ട് തന്നെ അത് കണ്ടു തൊഴുവാനായിട്ട് മാസപൂജ ദിവസങ്ങളിലാണ് തീർത്ഥാടകർക്ക് അവസരമുണ്ടാവുക. വൈകിട്ട് 7 മണിക്ക് പടിപൂജ ചടങ്ങുകളുണ്ടാകും. അതിനുശേഷം രാത്രി അത്താഴപൂജയോടുകൂടി ഹരിവരസനം പാടി ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ അവസാനിക്കും. എന്തായാലും വരാൻ പോകുന്ന ഉത്സവ ദിവസങ്ങളിലേക്ക് കൂടി വലിയ ഭക്തജനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സന്നിധാനത്ത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കൂടി വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്സവത്തിൽ എന്തായാലും ഇക്കുറി വലിയ ഭക്തജന സഞ്ചയം ഉണ്ടാകും. ഭക്തജന സാന്നിധ്യത്തിലായിരിക്കും ഉത്സവ ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. 22-ാം തീയതി കൊടിയേറി, 1-ാം തീയതിയാണ് ആറാട്ട്. അതിനിടയ്ക്ക് എല്ലാ ദിവസവും ഉത്സവബലി അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ടാകും. 1-ാം തീയതി പമ്പാ നദിയിലാണ്, പമ്പയിലാണ് ഭഗവാൻ ആറാട്ടുള്ളത്. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര തിരികെ സന്നിധാനത്ത് എത്തിച്ചേർന്നതിന് ശേഷം കൊടിയിറക്കും. അന്ന് വൈകിട്ട് ഏപ്രിൽ 1-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി തിരുവുത്സവത്തിനും സമാപനമാകും. അങ്ങനെ എന്തായാലും ശബരിമലയിൽ ഉത്സവത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരു നാളുകളാണ് വരാനിരിക്കുന്നത്. എന്തായാലും ഭക്തർ വളരെ ഭക്ത്യാദരപൂർവ്വം തന്നെ ആ ചടങ്ങുകളൊക്കെ വരവേൽക്കുകയാണ്. കണ്ടു തൊഴുവാനായിട്ട് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്തജനത്തിരക്കിൽ തന്നെയാണ് രാവിലെ മുതൽ എന്തായാലും ഇന്ന് സന്നിധാനം. എന്തായാലും ഒരു ജന്മത്തിന്റെ സുകൃതം തന്നെയാണല്ലേ ആ ഒരു പുണ്യദർശനം എന്ന് പറയുന്നത്. അത് ആ അമ്മയുടെ വാക്കുകളിലും
നിഴലിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മീനമാസ പൂജകൾക്ക് നട തുറന്ന് മാത്രമല്ല അയ്യനെ കാണാൻ ഒരു മടിയും കൂടാതെ വരുന്ന ആ ഭക്ത സഹസ്രങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെല്ലാം പ്രതികൂല സാഹചര്യമാണ് രാഖി അവിടെ എപ്പോഴും അനുഭവപ്പെടുന്നത്. ഇപ്പോഴും സർക്കാരിന്റെ അനാസ്ഥ തുടരുകയാണ് പല അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അയ്യനെ എത്ര കഷ്ടപ്പാടിലും ഒരു നോക്ക് കണ്ടാൽ മതി. ഇതിനിടയിലല്ലേ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ, അതായത് അവിടെ കാണിക്കയായി സമർപ്പിക്കുന്ന പലതും അവിടെ നിന്ന് കളവ് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഭക്തർ ഒന്ന് ആലോചിക്കും, ഇനി നമ്മൾ അത്തരത്തിലൊരു അല്ലെങ്കിൽ അയ്യന് സമർപ്പിച്ചാലും അത് ഭഗവാന്റെ സ്വത്തായി മാറുന്നില്ല, ആരോ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ഗൂഢനീക്കം ഇതിന് പിന്നിൽ നടന്നുവെങ്കിൽ പോലും കൃത്യമായി തന്നെ അവരെല്ലാവരും വരുന്നുണ്ട്, അയ്യനെ കാണുന്നുണ്ട്. അതാണ് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും മറികടന്നുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്.